ഹായ്. ഇന്ന് എനിക്കുണ്ടോ ഒരു അനുഭവം ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ വന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 7-8 months കഴിഞ്ഞിട്ടാണ് സനു ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അധികം വിവരങ്ങളൊന്നും അറിയില്ലല്ലോ. ഒരു സൺഡേ മമ്മി ബിരിയാണി ഉണ്ടാക്കി വീട്ടിൽ. അപ്പോൾ എനിക്കുള്ളിൽ തോന്നി നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്, സനു എന്താണാവോ കഴിക്കുന്നത്, ഇത് സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ലല്ലേ എന്ന് വിചാരിച്ചു. വൈകുന്നേരം സനു വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ബിരിയാണി ഞാൻ കഴിച്ചത്, ഇന്ന് എന്താ കഴിച്ചതെന്നൊക്കെ ഭയങ്കര ഞാനൊരു വിഷമത്തോടെ കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ എന്നോട് ഭയങ്കര ലാഘവത്തോടെ പറയുകയാണേ, ഞങ്ങൾ എല്ലാ സൺഡേയിലും ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാം കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് ആക്ച്വലി നല്ല ഫുഡ് കിട്ടും. എസ്പെഷ്യലി ഇന്ത്യൻ ക്രൂ ഉള്ള ഒരു ഷിപ്പാണെങ്കിൽ നമ്മുടെ തന്നെ രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇവർക്ക് കിട്ടും. അപ്പോൾ ഇവർക്കൊരു മെസ് കമ്മിറ്റി ഉണ്ട്, പിന്നെ ക്യാപ്റ്റനും ചീഫ് ഷെഫൊക്കെ കൂടിയിട്ടാണ് ഇവരുടെ മെനു പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ മെനുവിൻ്റെ ബേസിസിൽ വേണ്ട സാധനങ്ങളാണ് ഇവർ പോട്ടൊക്കെ എടുക്കുമ്പോൾ എടുക്കുന്നത് ഷിപ്പിലേക്ക്. പിന്നെ ഈ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ, ഈവൻ ബ്രെഡ് ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പം ബ്രെഡൊക്കെ ഇവർ ഫ്രീസ് ചെയ്ത് അതിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെ ഉണ്ട്, വിച്ച് ഈ ചീഫ് ഷെഫൊക്കെ ദേ ആർ ട്രെയിൻഡ് ഓൺ ദാറ്റ്, അത് ഏത് ടെമ്പറേച്ചറിലാണ് വെക്കേണ്ട എല്ലാ തരം ഫുഡും. അപ്പം ഒരു വെജ് ഫ്രീസർ ഉണ്ട് ഇവർക്ക്, ഒരു ഫിഷിൻ്റെ ഫ്രീസർ ഉണ്ട്, പിന്നെ ഒരു മീറ്റിൻ്റെ ഫ്രീസർ ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ ഇവർക്കൊരു ഡ്രൈ പാൻട്രി ഉണ്ട്, വേറെ നമ്മുടെ മസാലകളും അരികളും അങ്ങനത്തെ പൊടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇവർക്ക് എല്ലാ ഫുഡും അവൈലബിൾ ആണ്. പിന്നെ വേറൊരു ചോദ്യം വരാറുള്ള, മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ മാരിടൈം ലോ അനുസരിച്ച് നമുക്ക് അങ്ങനെ ആക്ഷൻ പിടിക്കാൻ പാടില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഐ തിങ്ക് അവിടെ ലോക്കലി ഉള്ള ഫിഷർമാനൊക്കെ ഇവർക്ക് ചിലപ്പോൾ മീൻ കൊടുക്കാറുണ്ട്. ദാറ്റ് ഇസ് വെരി റെയർ. അങ്ങനത്തെ ഒരു കാര്യം ആക്ച്വലി പാടില്ല എന്നാണ്. അങ്ങനെ കേട്ടോ ഇവരുടെ ഫുഡിൻ്റെ ഒരു കഥ.